പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം തുടർച്ചയായ രണ്ടാം ദിനവും യുഎസ് ഇറാനിലേക്ക് ആക്രമണം നടത്തി. ബുഷഹർ, ബന്ദർ അബ്ബാസ്, ചബഹർ, സിറിക് തുടങ്ങി നിരവധി ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. വടക്ക് കിഴക്കൻ ഇറാനിൽ ഒരു റെയിൽവേ പാലം തകർത്തു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ മരിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സമാധാന കരാറിൽ ഒപ്പിടാതെ തന്നെ ഇറാനിലെ ആണവ പദ്ധതികൾ നശിപ്പിക്കാനാകുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ തിരിച്ചടിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പ്രധാനമാണ്. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ ആക്രമണം നടത്തി. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ടെഹ്റാനിൽ ഇറാനിലെ മഷാദിൽ വെച്ച് നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നിർണായകമായ ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രധാനമായും തുറമുഖ നഗരങ്ങൾ, ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ, ഓയിൽ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞ് വളരെ വേഗമാണ്. ഇന്ന് രാത്രി ഇറാനെ ആക്രമിക്കും, വലിയ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നൊക്കെ ട്രംപ് പറഞ്ഞ് വളരെ വേഗമാണ് ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, സാധാരണ പ്രതീകാത്മകമായ ഒരു ആക്രമണമൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ഫോടനം നടന്നു, പല സ്ഥലങ്ങളിലും തീപിടിച്ചു, മരണങ്ങൾ സംഭവിച്ചു. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് അമേരിക്ക എന്ന് കരുതണോ? രഞ്ജിത്ത്, തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസമാണ് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സമാധാന കരാർ അല്ലെങ്കിൽ ഒരു ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇത്ര രൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത് ഇത് ആദ്യമാണ്. അല്ലാതെ ചില അനിഷ്ട സംഭവങ്ങൾ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നില്ല. ചർച്ചകളെല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യം മുതൽ തന്നെ ഇറാൻ ചില വിയോജിപ്പുകൾ ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാം മാറ്റിമറിച്ചത് 2 ദിവസങ്ങൾക്ക് മുൻപ് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിട്ടുള്ള 3 കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ്. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനിലേക്ക് അമേരിക്ക ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ രാവിലെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്കും അതുപോലെ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾക്കും എല്ലാം ശേഷം തുർക്കിയിലെ നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് ട്രംപ് സംസാരിച്ചത് ഇറാനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളോടെയായിരുന്നു.